കനത്ത മഴയിൽ രണ്ടാം ദിനവും വെള്ളത്തിൽ മുങ്ങി കൊച്ചി നഗരം. ഉച്ചയ്ക്ക് ശേഷം പെയ്ത മഴയിൽ ഓടകൾ നിറഞ്ഞ് കടകളിലും വീടുകളിലും വെള്ളം കയറി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മഴക്കാല പൂർവ്വ മുന്നൊരുക്കത്തെ ബാധിച്ചെന്നാണ് മന്ത്രി പി രാജീവിന്റെ വിശദീകരണം. കൊച്ചി നഗരത്തിലെ കളമശ്ശേരി സൗത്ത് KSRTC സ്റ്റാൻഡ്, കടവന്ത്ര, കലൂർ തുടങ്ങിയ ഭാഗങ്ങളിൽ ഇന്നും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഓടകളിൽ നിന്നുള്ള മലിനജലമാണ് സ്ഥിതി വഷളാക്കിയത്. തമ്മനം, ശാന്തിപുരത്ത് വീടുകളിൽ വെള്ളം കയറിയത് ദുരിതമുണ്ടാക്കി. മഴ വീണ്ടും ശക്തി പ്രാപിക്കുന്നതിനാൽ ആശങ്കയിലാണ് നാട്ടുകാർ. ഈ അറ്റം തുടങ്ങി അങ്ങറ്റം വരെ വെള്ളം നിറഞ്ഞടിക്കാണ്. ഒന്ന് ചവിട്ടി നിന്നൊരു മരുന്ന് കഴിക്കാൻ പോലും ഇറങ്ങി വെള്ളത്തിൽ ഇറങ്ങാണ്ട് പറ്റൂല. സത്യം പറഞ്ഞ ഇത്ര നേരത്തിനുള്ള ഒരു ഗ്ലാസ് കാപ്പി അനത്തി കുടിക്കാൻ നമുക്ക് വരുന്നത്. ഇവിടെ എലിക്കാട്ടവും അഴുക്കൊക്കെ വന്ന് കയറി കിടക്കുകയും. നഗരത്തിലെ വെള്ളക്കെട്ട് പല ഭാഗങ്ങളിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കുകയാണ്. അടുത്ത 2 ദിവസത്തേക്ക് മഴ പെയ്യുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊച്ചിയിലെ വെള്ളക്കെട്ട് ജനജീവിതം ദുസ്സഹമാക്കുന്നതിനിടെയാണ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിനെതിരെ ആരോപണമുന്നയിച്ച് മന്ത്രി പി രാജീവ് രംഗത്തെത്തിയത്. ഈ മാതൃകാ പെരുമാറ്റച്ചട്ടം നിൽക്കുന്നിടത്തോളം കാലം ഇത്തരത്തിലുള്ള മഴക്കാലപൂർവ്വം കെടുതികളുടെ യോഗം ഇതിലൊന്നും മന്ത്രിമാർ പങ്കെടുക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് കളക്ടറെ വിളിച്ച് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്, മറ്റു കാര്യങ്ങൾ ഇടപെടുന്നുണ്ടെന്നല്ലാതെ യോഗം വിളിച്ച് കാര്യങ്ങൾ ഇടപെടുന്നതിൽ എല്ലാ ജില്ലയിലും ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പ്രശ്നം സൃഷ്ടിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.